ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഒരു പ്ലാനിങ്ങിൽ വന്നത്. പക്ഷേ സുഖമില്ലാത്തത് കാരണം ഹാഫ് ഡേയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ നമുക്ക് എൻ്റെ മോർണിംഗ് തൊട്ട് ഒരു ഉച്ച വരെയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം. പനിയൊക്കെ മാറിയെങ്കിലും ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ലേ. അങ്ങനെ ഇന്നും നമ്മൾ വൈകിയാണ് കേട്ടോ എണീറ്റത്, പ്രത്യേകിച്ച് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വിശപ്പായ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടുമില്ല. അപ്പോൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കി ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. കുറച്ച് എനർജി ആദ്യം കിട്ടിയാലേ ബാക്കി പണി ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ബിസ്ക്കറ്റും ചായയൊക്കെ കഴിച്ച് ഓക്കെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം പൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കുറച്ചിങ്ങനെ ടൈമുള്ള ദിവസങ്ങളിലേ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. രാവിലെ തിരക്കിൽ പോകാൻ നിൽക്കുന്ന ദിവസം ചപ്പാത്തിയൊന്നും പരത്തി അങ്ങനെ നിൽക്കാനൊന്നും ടൈം കിട്ടാറില്ല. സാധാരണ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ തക്കാളി കറി എന്നൊക്കെ പറയില്ലേ, തക്കാളി കൂടുതലിട്ടിട്ട് കുറച്ച് ഉള്ളിയും കൂടെ അതിലിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി ഇതാക്കി എടുക്കുന്നത്. പക്ഷേ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ. അതിനിങ്ങനെ ഉള്ളിയൊക്കെ നീളത്തിന് അരിഞ്ഞിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് അല്ലേ. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തക്കാളിയും ഉള്ളിയും കൂടെ ഇങ്ങനെ വഴറ്റി മുളകും മഞ്ഞയും ഉപ്പും ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. അതിങ്ങനെ കുറച്ച് വഴണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ചിങ്ങനെ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ കറിയൊക്കെ വേഗം വെക്കുന്ന സമയം കൊണ്ട് തന്നെ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ. ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവരും പറയും കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്ന്. പക്ഷേ ഞാനങ്ങനെ അധികം ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കാറില്ലേ. കാരണം കുറേ ടൈം വെക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചിങ്ങനെ ഹാർഡാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റേത് കുഴച്ച ഉടനെ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ടാണല്ലോ ഉള്ളത്. അത് അപ്പം തന്നെ പരത്തി ചുടുമ്പോഴത്തേക്കുമാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ഇങ്ങനെ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്ന സമയത്ത് വേറെ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. മുട്ടയോ എണ്ണയോ അങ്ങനെ ഒന്നും, വെറുതെ ഉപ്പിട്ട് പിന്നെ ആവശ്യത്തിന് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ ഷേപ്പും നല്ല ടെക്സ്ചറും ഒക്കെ നമ്മൾ കുഴയ്ക്കുന്ന അനുസരിച്ചിരിക്കും കേട്ടോ. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ചില സമയങ്ങളിലൊക്കെ കുറച്ചിങ്ങനെ ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. എനിക്കിങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോഴും അതിങ്ങനെ ക്ലീനായി പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ സ്ലാബിൻ്റെ പുറത്തൊന്നും എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതും വൃത്തിയില്ലാതെ കിടക്കുന്നതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും കഴുകാനുള്ളതെല്ലാം അപ്പം തന്നെ സിങ്കിലോട്ടാക്കും. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്ലാബെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയാലേ ഒരു സാറ്റിസ്ഫാക്ഷനുള്ളൂ. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം കിച്ചണിലോട്ട് വരുമ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലീനായി കിടക്കുന്നത് കണ്ടാലല്ലേ നമുക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അയ്യോ ഇതെല്ലാം ചെയ്യാനുണ്ടോ എന്നുള്ളൊരു മൈൻഡല്ലേ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞ് നേരെ എൻ്റെ ഗാർഡനിലോട്ട് വന്നു കേട്ടോ. കുറച്ച് ദിവസമായേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നടത്തിയിട്ട് ഗാർഡൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുഞ്ഞി ഇങ്ങനെ ചെടികളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റോസൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യമായിട്ടാണ് വിരിയുന്നത്. പിന്നെ കുറേ ചെടികളൊക്കെ തന്നെ എല്ലാ ദിവസവും പൂവിടുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. കുറേ സമയം അങ്ങനെ ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു കേട്ടോ. ഉച്ചയാവാറായതുകൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ വെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തറയിലിരുന്ന് വൃത്തിയാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ തറയിലിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ വെയിലടിച്ചിട്ട് നല്ലോണം തലവേദനിക്കാൻ തുടങ്ങി. പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ വൈകുന്നേരം ചെയ്യാമെന്ന് വെച്ചിട്ട് അതവിടെ നിർത്തി കേട്ടോ. നമ്മുടെ ഒരു സൈഡിൽ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ കൊണ്ടിട്ട് കുറേ ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ചമുളകിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ നായി വന്നിട്ട് അത് മണ്ണെല്ലാം കിളച്ചിട്ടിട്ട് ഫുള്ള് മോശമായിപ്പോയി. അങ്ങനെ ചെടിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ. സത്യം പറഞ്ഞാൽ ഈ പപ്പായയെ ഞാൻ കണ്ണു വയ്ക്കാൻ തുടങ്ങിയിട്ടൊരു 2 മാസങ്ങളായിട്ടുണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ചുവട്ടിൽ വന്നിട്ട് പഴുക്കാറായോ എന്ന് പറഞ്ഞ് നോക്കുവേ. പക്ഷേ ഇതുവരെ ആളൊരു അനക്കവും ഇല്ല. എങ്ങനെയാണോ ഉണ്ടായത് അതേമാതിരി തന്നെ ഇപ്പോഴും ഉണ്ട്.
അങ്ങനെ പറമ്പത്തൊക്കെ കറങ്ങി നടക്കുന്നത് അവസാനിപ്പിച്ച് ഞാൻ വീണ്ടും ചുറ്റിത്തിരിഞ്ഞ് നേരെ കിച്ചണിൽ തന്നെ എത്തി കേട്ടോ. ഉച്ചത്തേക്കുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ചോറ് മാത്രമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് വേറെ കറികളൊന്നും വെക്കാനായിട്ടുള്ളൊരു മൂഡില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എൻ്റെ എല്ലാം ഉടായ്പ പരിപാടികളാണ് കേട്ടോ ഉച്ചത്തെ ചോറിന് വേണ്ടി ആക്കിയത്. കഴിഞ്ഞ ദിവസത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നു, 2 ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മത്തിയും കുറച്ച് ചൂരയും, രണ്ടും കറി വെച്ചതാണ്. അങ്ങനെ 2 പാത്രത്തിലിരുന്ന കറിയെ ഞാൻ ഒരുമിച്ച് മിക്സാക്കിയിട്ട് അതിനെ തിളപ്പിച്ചെടുത്ത് കേട്ടോ. അതാണ് ഇന്ന് ചോറിന് കറിയായിട്ടുള്ള. എല്ലാ ദിവസവും ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ആക്കുന്നതാണ്. പക്ഷേ ഇന്ന് ആരോഗ്യം ഒരു സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും വെക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലേ. എന്തെങ്കിലും ഫുഡ് ആക്കിയാൽ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാനായിട്ടുള്ളൊരു ടേസ്റ്റൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വേറെ കറികളൊന്നും ആക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് ചോറും മീൻകറിയും മാത്രമേ ഉള്ളൂ, പിന്നെ അച്ചാറുണ്ട്. അങ്ങനെ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഷെറിച്ചൻ ഐറയും കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ പുതിയ ലേസിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലേസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്നുള്ള സന്തോഷമാണെന്ന് അറിയത്തില്ലേ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അത് എൻ്റെ അവിടെ വന്നിങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുവാണ് കേട്ടോ. ഞാനൊരു സംഭവം, അതായത് അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കുമ്പോൾ ഏകദേശ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷെറിച്ചൻ പോയിട്ട് പഞ്ചസാരയും ഇങ്ങനത്തെ വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ, ബൂസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പഞ്ചസാരയും ബൂസ്റ്റും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു, പച്ച നിലക്കടല ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും ഇങ്ങനെ വറുത്തെടുത്ത് മാറ്റി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ചതിൽ 2-3 പഴവും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ പഴം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുത്ത്, പിന്നെ കടലയും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് എല്ലാം കൂടെ പാലും എല്ലാമൊക്കെ മിക്സാക്കി എടുത്തിട്ട് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അതിൽ ബൂസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൂസ്റ്റ് ആഡ് ചെയ്തപ്പോൾ വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അവസാനം ബാക്കി വന്ന പാല് ഞാൻ ഒന്നുകൂടെ ബൂസ്റ്റ് ഇല്ലാതെ ട്രൈ ചെയ്ത് നോക്കി. അത് പക്ഷേ മറ്റേതിനേക്കാൾ സൂപ്പറായിരുന്നേ. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഇറക്കി മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ വിട്ട ആൾ മാറത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികളുള്ള വീടുകളിലെല്ലാം ഇങ്ങനെ തന്നെയാണല്ലേ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ടെക്സ്റ്റർ ഐറയാണ് കേട്ടോ. ഐറയുടെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഇന്നത്തെ അവൽ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.